ഹലോ ഗുഡ്മിസ്. അങ്ങനെ ഇന്ത്യയുടെ ഈ വർഷത്തെ മത്സരങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അവസാനമായി സൗത്ത് ആഫ്രിക്കയുമായുള്ള T20 മത്സരമായിരുന്നു. അഹമ്മദാബാദിൽ വെച്ച മത്സരത്തിൽ ഇന്ത്യ 30 റൺസിന് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് പരമ്പര സ്വന്തമാക്കുകയായിരുന്നു. അങ്ങനെ ടെസ്റ്റ് പരമ്പരയിലെ തോൽവിക്ക് ശേഷം ഇന്ത്യ ഏകദിന പരമ്പരയും T20 പരമ്പരയും സ്വന്തമാക്കി അടുത്ത T20 വേൾഡ് കപ്പിന് ഒരുങ്ങുകയാണ്. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് വളരെ മോശം വർഷമായെന്ന് പറയാം. അവരിപ്പോഴും 5ാം സ്ഥാനത്ത് റാങ്കിങ്ങിൽ തുടരുകയാണ്. ഇന്ത്യയാണ് 1ാം സ്ഥാനത്ത് തുടരുന്നത്. അപ്പോൾ മത്സരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുമ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നലത്തെ മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യുക. അപ്പോൾ വീഡിയോ ഇരു ടീമിലും 2 മാറ്റങ്ങളോടെയായിരുന്നു 5ാം T20 മത്സരം നടന്നത്. സൗത്ത് ആഫ്രിക്കൻ ടീമിൽ സ്റ്റബ്സിനും നോർച്ചയ്ക്കും പകരം ജോർജ് ലിൻഡയും അതുപോലെ തന്നെ ഡേവിഡ് മില്ലറും പ്ലെയിങ് ഇലവനിലേക്ക് എത്തി. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ നമ്മുടെ ശുഭ്മാൻ ഗില്ലിന് പകരം സഞ്ജു സാംസണാണ് അവസരം കിട്ടിയത്. അതുപോലെ തന്നെ കുൽദീപ് യാദവിനെ മാറ്റി വാഷിംഗ്ടൺ സുന്ദറിനെയും പ്ലെയിനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 231 എന്ന നിലയിൽ മത്സരം അവസാനിപ്പിച്ചു. നമ്മുടെ ഇന്ത്യൻ ഓപ്പണിംഗായി ഇറങ്ങിയത് സാംസണും അഭിഷേക് ശർമ്മയും തന്നെയാണ്. ഇരുവരും കൂടി ഗംഭീര തുടക്കം തന്നെയായിരുന്നു ഇന്ത്യക്ക് നൽകിയത്. ഇരുവരും കൂടി ആദ്യ വിക്കറ്റിൽ തന്നെ 63 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് നേടി. എന്നാൽ പവർ പ്ലേയുടെ അവസാനം അഭിഷേക് ശർമ്മ പുറത്താവുകയാണ്. അഭിഷേക് ശർമ്മ 21 ബോളിൽ 34 റൺസ് എടുത്ത് പുറത്തായി. പിന്നീട് ഇറങ്ങിയ തിലക് വർമ്മയും സാംസണും കൂടി 34 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് 10 ഓവറിൽ ഇന്ത്യൻ സ്കോർ 100 കടത്തി. ഓവർ എറിയാമെന്ന ജോർജ് ലിൻ്റെ സാംസണെ ആദ്യ ബോളിൽ തന്നെ ക്ലീൻ ബോൾഡാക്കി. സാംസൺ 22 ബോളിൽ 37 റൺസ് ആണ് എടുത്തത്. 2 6ഉം 4 4 അടങ്ങിയതായിരുന്നു സാംസൻ്റെ ഇന്നിങ്സ് എന്ന് പറഞ്ഞത്. പിന്നീട് വന്ന സൂര്യകുമാർ യാദവ് വീണ്ടും പരാജയമായിരുന്നു. ഒരു ലോ സ്കോറിൽ തന്നെ പുറത്തായി. എന്നാൽ 4ാം വിക്കറ്റിൽ ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും കൂടിയ ഒരു വെടിക്കെട്ട് ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്ത്യൻ ആരാധകർക്ക് മുമ്പിൽ കാഴ്ചവെച്ചത്. നേരിട്ട് ആദ്യ പന്തിൽ തന്നെ 6 വളർത്തി ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ വ്യക്തമാക്കുകയായിരുന്നു. 44 ബോളിൽ 105 റൺസായിരുന്നു ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും കൂടി 4ാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത്. ഹാർദിക് പാണ്ഡ്യ 15 പന്തിൽ 50 അടിച്ചു. സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് 50 ആയിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിൽ നിന്ന് വന്നത്. അങ്ങനെ 25 പന്തിൽ 63 റൺസ് എടുത്താണ് ഹാർദിക് പാണ്ഡ്യ പുറത്തായത്. അപ്പോഴേക്കും ഇന്ത്യൻ സ്കോർ 220 എന്ന ഒരു സ്കോറിലേക്ക് എത്തിയിരുന്നു. 13ാം ഓവർ എറിയാമെന്ന ജോർജ് ലിൻ്റെയാണ് ശരിക്കും ഇന്ത്യൻ ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിൻ്റെ ചൂട് ശരിക്കും അറിഞ്ഞത്. 3 6ഉം 2 4 അടക്കം 27 റൺസാണ് ഹാർദിക് പാണ്ഡ്യ ഓവറിൽ അടിച്ചെടുത്തത്. അതോടുകൂടി തന്നെ മത്സരം ഇന്ത്യയുടെ കയ്യിലായി. ഇന്ത്യ നല്ലൊരു സ്കോറിലേക്ക് എത്താൻ ആ ഒരു ഓവർ കാരണമായി. അങ്ങനെ ഹാർദിക് പാണ്ഡ്യ പുറത്താകുമ്പോൾ തന്നെ ഇന്ത്യ സ്കോർ 220 കടന്നു. അങ്ങനെ ശിവൻ ദുബ ഒരു 6ഉം 4ഒക്കെ അടിച്ച് സ്കോർ 231 അവസാനിപ്പിക്കുക. അങ്ങനെ 232 എന്ന ടാർഗറ്റ് സൗത്ത് ആഫ്രിക്ക മുമ്പിൽ വെച്ച് തിലക് വർമ്മ അവസാന ഓവറിലാണ് പുറത്തായത്. അദ്ദേഹം 74 റൺസ് എടുത്താണ് അങ്ങനെ ഇന്ത്യയുടെ 231 എന്ന സ്കോർ ചേസ് ചെയ്യാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് ലഭിച്ചത് മികച്ച തുടക്കമായിരുന്നു. ക്വിൻ്റൺ ഡി കോക്കും റീസ് ഹെൻഡ്രിക്സും കൂടി ആദ്യ വിക്കറ്റിൽ 69 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ഇരുവരും തമ്മിൽ കൂട്ടിച്ചേർത്തത്. വരുൺ ചക്രവർത്തിയാണ് ഇന്ത്യക്ക് ഒരു ബ്രേക്ക് ത്രൂ നൽകുന്നത്. അദ്ദേഹം ആദ്യ ഓവറിൽ തന്നെ റീസ് ഹെൻഡ്രിക്സിനെ ഔട്ടാകുകയായിരുന്നു. പിന്നീട് വന്ന ഡിവാൽ ബ്രൂയിസും ഡി കോക്കും ചേർന്ന് നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഇരുവരും ചേർന്ന് 34 റൺസ്, ഇവിടെ 20 ബോളിൽ 34 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ഡി കോക്കും ഡിവാൽ ബ്രൂയിസും. അങ്ങനെ 10 ഓവറിൽ 120 എന്നൊരു സ്കോറിലേക്ക് എത്തി. മത്സരം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നൈസായി പോകുന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ബുംറയാണ് ഒരു ബ്രേക്ക് ത്രൂ നൽകുന്നത്. ബുംറയുടെ എറിഞ്ഞ 11ാം ഓവറിൽ 2ാം പന്തിൽ ഡി കോക്കിൻ്റെ ഒരു റിട്ടേൺ കാച്ചിലൂടെ ബുംറ ഔട്ടാകുകയായിരുന്നു. അടുത്ത ഓവറിൽ ഡിവാൽ ബ്രൂസിനെയും പുറത്താക്കി ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. 13ാം ഓവർ എറിഞ്ഞ വരുൺ ചക്രവർത്തി അടുത്തടുത്ത പന്തുകളിൽ എയ്ഡൻ മാർക്കണമിനെയും അതുപോലെ തന്നെ ഡെനോം ഫെഡയുടെയും പുറത്താക്കിയതോടെ മത്സരം ഇന്ത്യയുടെ കൈകളിലായി. പിന്നീട് വന്ന ആർക്കും ഒരു വലിയ ഇന്നിങ്സൊന്നും കളിക്കാൻ സാധിക്കാതെ നമ്മുടെ സൗത്ത് ആഫ്രിക്കയോട് 201-8 എന്ന നിലയിൽ കളി അവസാനിപ്പിച്ചു. ഇന്ത്യക്ക് 30 റൺസിൻ്റെ ജയം.
ഇന്നലത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ഫീൽഡിങ്ങിൽ വാഷിങ്ടൺ സുന്ദറിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ പറ്റി. അദ്ദേഹം ലാസ്റ്റൊക്കെ ഒരു ഡ്രോപ്പ് ക്യാച്ചും അതുപോലെ തന്നെ ഒരു ഫോറൊക്കെ വിട്ട് കളയുന്ന കാഴ്ച വേൾഡ് കപ്പ് എടുത്തു. എനിക്ക് ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുറച്ചുകൂടി ഫീൽഡിങ്ങിൽ ഇന്ത്യ ശ്രദ്ധിക്കണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഇന്നലെ സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് നല്ല കീപ്പിംഗ് പ്രകടനമായിരുന്നു. 2 ക്യാച്ചൊക്കെ എടുത്തു, ഒരു ഹൈ ബോൾ പോയ സാധനമൊക്കെ ക്യാച്ചൊക്കെ എടുത്തു. അതുപോലെ തന്നെ ഒരു ചെറിയൊരു എഡ്ജ് റിവ്യൂ ഒക്കെ എടുക്കുന്ന കാര്യത്തിലൊക്കെ സഞ്ജുവിൻ്റെ വക നല്ല കോൺട്രിബ്യൂഷനാണ്. നല്ല തീരുമാനങ്ങളായിരുന്നു ഇന്നലെ സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്നും വന്നത്. അങ്ങനെ ഇന്നലത്തെ മത്സരത്തിൻ്റെ പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് 4 വിക്കറ്റ് എടുത്ത വരുൺ ചക്രവർത്തിയാണ് പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇനി അടുത്തത് ന്യൂസിലാൻഡുമായിട്ടുള്ള മത്സരമാണ് വരുന്നത്. അത് അതിനുള്ള ഇന്ത്യൻ ടീമിനെയും വേൾഡ് കപ്പിനുള്ള ടീമിനെയും ഇന്നലെ പ്രഖ്യാപിച്ചു. സഞ്ജു സാംസണാണ് മെയിനായിട്ട് വിക്കറ്റ് കീപ്പറായി വന്നത്. ശുഭ്മാൻ ഗില്ലിനെ എടുത്ത് പുറത്തിട്ടു. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ വളരെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ടീമിലേക്ക് തിരിച്ചെത്തുകയൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ റീസെൻ്റ്ലി ആഭ്യന്തരത്തിലൊക്കെ ഉള്ള ഒരു ഫോമാണ് വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചത്. അപ്പോൾ അടുത്ത മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.